ഹലോ ഗൈസ്, അങ്ങനെ ഒരു ലോങ് വെക്കേഷന് ശേഷം ഞാൻ ഷില്ലോങ്ങിൽ നിന്നും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ് കേട്ടോ. ഈ കാണുന്ന പയ്യന്മാരൊക്കെ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ്. ഇനി ഇവരെയൊക്കെ എന്ന് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അമ്മയും അച്ഛനെയൊക്കെ ഇനി നാട്ടിൽ വന്നാലും കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. കാരണം ഈ ജൂണിൽ അവർ നാട്ടിലെത്തും, അപ്പോൾ അവരെ എന്തായാലും ഞങ്ങൾ കാണാൻ പോകും. പക്ഷേ ഈ സ്ഥലം ഞാൻ നന്നായിട്ട് മിസ് ചെയ്യും. കാരണം ഇനി ഷില്ലോങ്ങിലേക്ക് വരിക എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല ഉടനെ നടക്കുമെന്നുള്ളതിൽ എനിക്കൊരു വിശ്വാസമില്ല കേട്ടോ. ഷില്ലോങ്ങിനെ പറ്റി എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറി വരുന്നത് ഇങ്ങോട്ടേക്കാണ്. ആൻഡ് ഇറ്റ് ഹാസ് ഗിവൺ മീ എ ലോട്ട് ഓഫ് ഗുഡ് മെമ്മറീസ്. സോ ഐ റിയലി മിസ് യു ഷില്ലോങ്. പോകുന്ന വഴിയുടെ ഇടയ്ക്ക് വെച്ച് തന്നെ ഞാൻ അമ്മ തന്നുവിട്ട പൊതിച്ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം 4 മണിക്കൂർ ജേണി ഉണ്ട് ഇവിടുന്ന് ഷില്ലോങ്ങിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക്. അങ്ങനെ ഗുവാഹട്ടി എയർപോർട്ട് എത്തി. പിന്നെ പ്രോസസ്സൊക്കെ വളരെ പെട്ടെന്നായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. വളരെ സ്മൂത്തായിട്ട് എല്ലാം നടന്നു കിട്ടി. കുറച്ച് ഏർലി എത്തി എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ പ്രശ്നം. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, അത്രേ ഉള്ളായിരുന്നുള്ളൂ കേട്ടോ കുഴപ്പം. അങ്ങനെ ഫ്ലൈറ്റ് കയറിയതും ചെന്നൈയിൽ ലാൻഡ് ചെയ്തതും ഞാൻ അറിഞ്ഞതേ ഇല്ല കേട്ടോ. കാരണം അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ കുഞ്ഞ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞ് വാവ കേട്ടോ. അങ്ങനെ ചെന്നൈ എയർപോർട്ടിൽ എത്തിയിട്ട് ഞാൻ ഒരു ബോധവും ഇല്ലാതെ T4 നടക്കുവാണ്. എന്തിനാണ് ഞാൻ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പകുതിക്ക് എത്തിയപ്പോഴാണ് എനിക്ക് കുറച്ച് ബോധം വെച്ചത്. ആ ടിക്കറ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് T1 പോകേണ്ടതെന്നുള്ളത്. T1 ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റും ആയിരുന്നു. അങ്ങനെ തന്നെ എൻ്റെ കുറേ ടൈം പോയി കേട്ടോ. എനിക്കതെങ്കിൽ ചൂടെടുത്തിട്ട് ഇരിക്കാനും നിൽക്കാനും വയ്യായിരുന്നു. പോരാത്തതിന് നന്നായിട്ട് വിശക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ KFCയിലോട്ട് കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ മട്ടിലിരിക്കുമായിരുന്നേ. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ബോർഡിംഗ് ടൈം നോക്കാൻ മറന്നുപോയി. അപ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ വന്നത്, മാഡം വി ആർ ക്ലോസിങ് ദ ഗേറ്റ് എന്ന്. ഞാൻ പിന്നെ ഉള്ള എല്ലാം കൂടെ വാരിയെടുത്ത് നേരെ ഗേറ്റിൻ്റെ അടുത്തോട്ട് ഓടി കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് വന്നിരുന്നതേ ഉള്ളൂ. ഇതേ കണ്ടില്ലേ, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ മുഖത്തൊരുമാതിരി ഇളിഞ്ഞ ഭാവവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. ഇൻ ബിറ്റ്വീൻ ഞാൻ സമയം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഗെയിംസൊക്കെ കളിക്കുക. ഇത് ഞാൻ ഫ്ലൈറ്റിൽ കയറുമ്പോൾ മാത്രം കളിക്കുന്ന ഗെയിംസാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് തിരിഞ്ഞു നോക്കാറില്ല. അങ്ങനെ കൊച്ചി എത്തി, പെട്ടി വന്നു. പെട്ടി എടുത്ത് ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറങ്ങിയതേ ഓർമ്മയുള്ളൂ. നേരെ വീട്ടിലെത്തി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടാറ്റാ.